ഹായ്, എല്ലാവർക്കും നമസ്കാരം. ശിശുക്ഷേമ സമിതിയിലെ 2.5 വയസ്സുകാരിയായിട്ടുള്ള ഒരു പിഞ്ചു കുഞ്ഞിന് ശാരീരിക ഉപദ്രവം നേരിടേണ്ടി വന്ന വാർത്തകളാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ മീഡിയകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു കുഞ്ഞിനും ഇങ്ങനെ സംഭവിക്കരുത്. ഒരു അമ്മയ്ക്കും സഹിക്കാൻ കഴിയാത്ത വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സർക്കാരിനെ വിശ്വസിച്ച്, ആ സ്ഥാപനത്തെ വിശ്വസിച്ചാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ ഏൽപ്പിക്കുന്നത്. വളർത്താൻ കഴിവില്ലാത്ത ആൾക്കാർ, കുഞ്ഞിനെ വേണ്ടാത്തവര്, ഭാവി ജീവിതം മുന്നോട്ട് ഈ കുഞ്ഞു കാരണം തടസ്സമാണെന്ന് ചിന്തിക്കുന്നവര്, അല്ലാതെ അബദ്ധം സംഭവിച്ച് ഗർഭിണിയാവുകയും പ്രസവിക്കുകയും കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് തോന്നുകയും ഒക്കെ ചെയ്ത് അവിടെ കൊണ്ട് ഉപേക്ഷിക്കുന്നവര്, അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട് സംരക്ഷിക്കാൻ ആളില്ലാതെ വരുമ്പോൾ അവിടെ എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങളെ, അങ്ങനെയൊക്കെയുള്ള ആലംബഹീനരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അവിടെ ഉള്ളത്. അതുപോലും ഓർക്കാതെയാണ് രാക്ഷസികളായിട്ടുള്ള 3 സ്ത്രീകൾ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചെന്ന് എന്നുള്ളത് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ഒരമ്മയ്ക്കും ഇത് സഹിക്കാൻ കഴിയില്ല. എല്ലാ അമ്മമാരോടും അച്ഛന്മാരോടും പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ ഈ ഉപദ്രവിക്കപ്പെട്ട 2.5 വയസ്സുകാരിയും അതിൻ്റെ താഴെ 1 വയസ്സുകാരിയായിട്ടുള്ള ഒരു കുട്ടിയും, 2 കുട്ടികളാണ് അവിടെ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട് അവിടെ എത്തപ്പെട്ടത്. അമ്മ മരിച്ചു, ആ സങ്കടത്തിൽ അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ഏൽപ്പിക്കുന്നത്. ആ അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഒരു നിമിഷം ഈ പിഞ്ചു മക്കളെ കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഗതി വരുമായിരുന്നു. സ്വന്തം അച്ഛൻ എന്തായാലും ഇതുപോലെ ഉപദ്രവിക്കില്ല, അല്ലേ? അല്ലെങ്കിൽ അത്ര ക്രൂരനായിരിക്കണം. ആ ഭാര്യയോട് അത്രയധികം ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരിക്കണമല്ലോ ആ മനുഷ്യൻ. അതുകൊണ്ടായിരിക്കണമല്ലോ ഭാര്യ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഇഷ്ടം ഈ കുഞ്ഞുങ്ങളോടും ഉണ്ടാവും. ആ ഒരു പരിഗണനയെങ്കിലും വെച്ചിട്ട് അദ്ദേഹം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കാമായിരുന്നു. ഒരു നിമിഷത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം ഇങ്ങനെ അനാഥമായി പോവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളോടും ഏത് സാഹചര്യത്തിലായാലും എന്ത് ചെയ്യുമ്പോഴും തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു തവണയെങ്കിലും ആലോചിച്ച് നോക്കുക. തങ്ങളില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് 2 ദിവസമായിട്ട് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2.5 വയസ്സുകാരിയായിട്ടുള്ള കുഞ്ഞ് ഉറക്കത്തിൽ മൂത്രമൊഴിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് അതിൻ്റെ ജനനേന്ദ്രിയത്തിൽ നുള്ളി എന്നാണ് പറയുന്നത്. കുളിപ്പിക്കുമ്പോൾ അത് വേദന കൊണ്ട് അലറി കരയുകയും ആ കുളിപ്പിച്ച മനസാക്ഷിയുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരത് പുറത്തറിയിക്കുകയും അത് കേസാവുകയും ചെയ്തു. അവിടെ 150ഓളം കുട്ടികൾ ഈ ശിശുക്ഷേമ സമിതിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 92 പേര് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്ന് പറയുന്നു. ബാക്കിയുള്ളവരൊക്കെ 6 വയസ്സിൽ മേലെയുള്ള 18ഉം 15ഉം 14 വയസ്സുള്ള കുട്ടികളാണെന്ന് പറയുന്നു. ഈ കുട്ടികളെ സംരക്ഷിക്കാനായിട്ട് 100-ലധികം ആയമാരുമുണ്ട് ഇത്രയും കുട്ടികളെ നോക്കാനായിട്ട്. ഈ ആയമാരിൽ 50% പേരും ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന സ്വഭാവമുള്ള ആളുകളാണെന്നാണ് അവിടെ തന്നെ മുൻപ് ജോലി ചെയ്തിരുന്ന ഒരു ആയ പറയുന്നത്. പലർക്കും അത് പരസ്പരം അറിയാം. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇത് ഇങ്ങനെയുള്ള പീഡനങ്ങൾക്ക് അവിടെ വിധേയരാകുന്നുണ്ട് എന്ന് പരസ്പരം അറിയാം. ആരെങ്കിലും ഒരാളത് പരാതിപ്പെടുകയോ പുറത്തു പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ അവിടെ ഒറ്റപ്പെടുത്തി പുറത്താക്കുന്ന ഒരു സമ്പ്രദായമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ക്രൂരമായിട്ടുള്ളൊരു അവസ്ഥയാണ്, ആലോചിച്ച് നോക്കൂ. 6 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് ശരിയായിട്ട് പ്രതികരിക്കാൻ പോലും കഴിയാത്തൊരു പ്രായമാണ്, അല്ലേ? എനിക്കിങ്ങനെ ഒരു അവസ്ഥ നേരിടുന്നുണ്ട്, എന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറയാൻ പോലും അറിയാത്ത തരത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെയാണ് ഈ താടകകളായിട്ടുള്ള പെണ്ണുങ്ങൾ ഉപദ്രവിക്കുന്നത്. ആലോചിക്കണം. ഇവരും സ്ത്രീകളാണ്, ഇവരും അമ്മമാരാണ്. അപ്പൊ ഇവരുടെയൊക്കെ കുഞ്ഞുങ്ങളോട് ഇവർ ഇത് തന്നെയാണോ ചെയ്യുന്നതെന്നാണ് അറിയേണ്ടത്. ഈ 3 സ്ത്രീകളോട് ആദ്യം ചോദിക്കേണ്ടതാണ്, ഇവര് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, ഇവരുടെ കുഞ്ഞുങ്ങൾ മൂത്രം ഒഴിക്കുമ്പോൾ ഇവരിതാണോ ആ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത്? അതാണ് ഇവരോട് ചോദിക്കേണ്ടത്. ഉറക്കത്തിൽ കിടന്ന് 2.5 വയസ്സുകാരി മൂത്രം ഒഴിക്കുന്നത് നാട്ടിൽ ആദ്യം നടക്കുന്ന സംഭവമല്ല. മക്കളുള്ള എല്ലാ അമ്മമാർക്കും അറിയാം. 3-4 വയസ്സ് വരെ കിടക്കയിൽ മൂത്രം ഒഴിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോഴല്ലേ പാമ്പേഴ്സും അതും ഇതൊക്കെ വന്നതും അത് വെച്ച് കിടത്തുകയൊക്കെ ചെയ്യുന്നത്. മുമ്പൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മമാർ രാത്രി എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ പുറത്ത് കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിക്കാൻ ഇരുത്തുകയും ആ സമയം കണക്കാക്കി ഉണർന്ന് മൂത്രം ഒഴിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശരിക്കുള്ള ഉറക്കമൊന്നും ഇല്ലാതെ പരിചരിച്ചിരുന്ന അമ്മമാരുടെ നാടാണ് നമ്മുടേത്. ഇപ്പോഴാണ് പാമ്പേഴ്സും സംവിധാനമൊക്കെ വന്നത്. അതിനു മുമ്പൊക്കെ അമ്മമാരെ ഉറക്കം ഒഴിഞ്ഞിരുന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട് മക്കളെ. അപ്പൊ അങ്ങനെ അത് അല്ലാതെ ഈ പാമ്പേഴ്സ് വാങ്ങാൻ നിവർത്തിയില്ലാത്ത എത്രയോ അമ്മമാര് ഉണരാനൊന്ന് താമസിച്ചു പോയാൽ, അല്ലെങ്കിൽ കുഞ്ഞിന് മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ അറിയാതെ പോയാൽ കിടക്കയിൽ മൂത്രം ഒഴിക്കുന്ന കുട്ടികൾ എത്രയോ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴൊന്നും നമ്മൾ ആ കുഞ്ഞിനെ ഉപദ്രവിക്കാറില്ല, അല്ലേ? കുഞ്ഞുങ്ങളായ അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരിക.
അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്ന ഒരമ്മ കൂടിയായിട്ടുള്ള ഈ ആയമാര് ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ മനസ്സ് എത്ര ക്രൂരമായിരിക്കും. ഇവർ പല തവണ പണിഷ്മെന്റ് നേരിട്ട ആൾക്കാരാണെന്നാണ് ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത്. ഇതിനു മുമ്പ് കുഞ്ഞുങ്ങളെ അടുക്കി ഉപദ്രവിക്കുകയൊക്കെ ചെയ്തതിന്റെ പേരിൽ ഇവരെ പുറത്താക്കിയിട്ടുണ്ടത്രേ. എന്നിട്ട് വീണ്ടും പാർട്ടിയുടെ പിൻബലത്തോടുകൂടി തിരിച്ചു കയറുന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൊക്കെ പാർട്ടി ഇടപെടാതിരിക്കുകയാണ് ഒരു കണക്കിന് നല്ലത്, അല്ലെ? മനുഷ്യത്വമുള്ളവരെയാണ്, അല്ലാതെ പാർട്ടി നിയോഗിക്കുന്ന ആൾക്കാരെയോ തങ്ങളുടെ ഇഷ്ടക്കാരെയോ തങ്ങളുടെ പരിചയക്കാരെയോ തിരികെ കയറ്റാനുള്ള സ്ഥലങ്ങളല്ല ശിശുക്ഷേമ സമിതി പോലുള്ള സ്ഥലങ്ങള്. അവിടെ കുഞ്ഞുങ്ങളെ പരിചരിക്കാനുള്ള മനസ്സും അവരോട് സ്നേഹത്തോടെ പെരുമാറാനുള്ള മനസ്സും ഒക്കെ ഉള്ള കരുണയും സ്നേഹവും വാത്സല്യവും ഒക്കെ ഉള്ള അമ്മമാരെയാണ് അവിടെ നിയമിക്കേണ്ടത്. അല്ലാതെ ഇതുപോലെയുള്ള പൂതനകളായിട്ടുള്ള താടകകളായിട്ടുള്ള സ്ത്രീകളെ അല്ല, എന്തിനും പോകുന്ന സ്ത്രീകളെ അല്ല അവിടെ നിയോഗിക്കേണ്ടത്. ഇവരെ ഗുണ്ടാപ്പണിക്കല്ലല്ലോ ഏർപ്പാടാക്കുന്നേ, കൊച്ചു കുഞ്ഞുങ്ങളെ പരിചരിക്കാനല്ലേ. അപ്പൊ അതിൻ്റെതായ മാനസികാവസ്ഥ ഉള്ളവരെ വേണം സെലക്ട് ചെയ്തെടുക്കാൻ. ഇവരെയൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ നിയോഗിക്കുമ്പോൾ ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള ഓരോ മാനദണ്ഡങ്ങൾ ഉണ്ടാവുമല്ലോ. കുഞ്ഞുങ്ങളെ പരിചരിക്കാനുള്ള ട്രെയിനിങ് ഉണ്ടോ, അവരോടുള്ള സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിവുള്ള സ്ത്രീയാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതൊന്നും നോക്കാതെ ജോലി എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പാർട്ടിക്കാരായാലും മറ്റു ആൾക്കാരായാലും അവനവന്റെ ആൾക്കാരെ ആയാലും ഒക്കെ ഈ ഇങ്ങനെയുള്ള തസ്തികകളിലേക്കൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പൊ ഈ ഒരു കുട്ടിയുടെ കാര്യം വെളിയിൽ വന്നുകൊണ്ട് ബാക്കിയുള്ള അത്രയും കുട്ടികൾക്കും ഏതൊക്കെ തരത്തിലുള്ള ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നു എന്നുള്ളത് ഇനി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ഇന്നിപ്പോ മുൻ ആയിട്ടുള്ളൊരു സ്ത്രീ പറയുന്നുണ്ട്, പിന്നെ സുഖമില്ലാത്തൊരു കുട്ടി, അതായത് ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി അവിടെ ഉണ്ട്. ആ കുട്ടി ഏതു നേരം അതിന് വയറ്റുന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി വയറ്റുന്ന് പോയിട്ട് അതിനെ പാമ്പേഴ്സ് മാറി ഇടാൻ പോയപ്പോൾ അവിടുത്തെ ഒരു ആയ ചീപ്പ് വെച്ചിട്ട് അതിനെ ജനനേന്ദ്രിയത്തിൽ വരഞ്ഞു എന്നാണ് പറയുന്നത്. ആ ചീപ്പിന്റെ പാടുകൾ അത്രയും അതിന്റെ ജനനേന്ദ്രിയത്തിൽ ഉണ്ടായിരുന്നു. അത് കരഞ്ഞു വിളിച്ച് ഈ സ്ത്രീയുടെ അടുത്ത് വന്ന് പൊക്കി കാണിച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് ചങ്കുലഞ്ഞു പോയി അത് കണ്ടിട്ടെന്നാണ് അവർ പറയുന്നത്. ഏതൊരു അമ്മയ്ക്കും അങ്ങനെയാണ്, സ്നേഹമുള്ള ഏതൊരു സ്ത്രീക്കും ആ കാഴ്ച സഹിക്കാൻ കഴിയാത്ത, കാരണം ഒട്ടും ബുദ്ധിയില്ലാത്ത വിവേകമില്ലാത്ത എന്താ താൻ ചെയ്യുന്നതെന്ന് അറിയാത്ത ഒരു കുഞ്ഞ് അങ്ങനെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രയധികം അതിന്റെ മനസ്സ് വിഷമിച്ചിട്ടായിരിക്കണം. അതിനോടൊക്കെ ക്രൂരത കാണിക്കുന്ന സ്ത്രീയെ എന്താണ് വിളിക്കേണ്ടത്? സ്ത്രീ എന്ന പദത്തിന് ഇങ്ങനെയുള്ളവർ അർഹരല്ല. സത്യം പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ജീവിക്കാനും അവർ അർഹരല്ല. ഒരു കരുണയും സ്നേഹവും ഇല്ലാത്ത ഈ മനുഷ്യർ എന്തിന് ഈ സമൂഹത്തിൽ ജീവിക്കണം? ഇങ്ങനെയുള്ളവർക്കൊക്കെ തക്ക ശിക്ഷ കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞു മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നിടത്തോളം ഒരാൾക്കും കഴിയില്ല, ഒരു സ്ഥാപനത്തിനും കഴിയില്ല. ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞുണ്ടാക്കുകയും അത് തന്നെ കുഞ്ഞുങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ആ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തിയതിനെ കുറിച്ച് അവിടെ ഒരു ആള് ഭയങ്കരമായിട്ട് പറയുന്നത് കേട്ടോ. എന്താ കുഞ്ഞുങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവുന്ന തരത്തിലേക്ക് മാർച്ച് നടത്തി, കുഞ്ഞുങ്ങളുടെ അടുത്തേക്കാണ് മാർച്ച് എത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എതിർക്കുന്നുണ്ടോ. അതേ മനുഷ്യൻ ആ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഈ കുഞ്ഞുങ്ങൾക്ക് ഈ തരത്തിലുള്ള പീഡനങ്ങൾ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് നഖം തട്ടി മുറിഞ്ഞ പാടാണ്, അത് കുഞ്ഞിന്റെ ആണോന്ന് അറിയില്ല, നമ്മൾ കൊതു കടിച്ചാൽ നമ്മൾ ചൊറിയില്ലേ, അപ്പൊ നമ്മുടെ ദേഹത്ത് പാടുണ്ടാവില്ലേ, അതുപോലെ ആണെന്ന് ഞങ്ങൾ കരുതി. പിന്നീടാണ് അന്വേഷണത്തിലൂടെ തെളിഞ്ഞത്, അതുകൊണ്ടാണ് ഇത് പുറം ലോകം അറിഞ്ഞത്, ഞങ്ങൾ തന്നെയാണ് അന്വേഷിച്ചതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആൺകുട്ടികളായിട്ടുള്ള കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവരുടെ ജനനേന്ദ്രിയത്തിൽ പിടിച്ച് ഞെരിക്കുന്നത്, അവരുടെ കാൽവെള്ളയിൽ അടിക്കുന്നത്, കാൽവെള്ളയിൽ നുള്ളുന്നത്, ആരും കാണാത്ത രീതിയിൽ കുഞ്ഞുങ്ങളുടെ ചന്തിക്ക് നുള്ളുന്നതൊക്കെ അവിടെ സ്ഥിരം ഇടപാടാണെന്ന് ആ മുൻ ആയ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ സ്ഥിരമായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുടെ ജീവനെ ബാധിക്കുന്നോ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമല്ല. ഒരു മാർച്ച് നടത്തി ഇത് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായിട്ട് തോന്നിയത്. ഇതുവരെ ആ ആയമാർ നടത്തിയിരുന്ന അതിക്രമം ഒന്നും കുഞ്ഞുങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. അത് തന്നെ അതിശയിപ്പിക്കുന്ന കാര്യം. തങ്ങളുടെ മൂക്കിന് കീഴിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇത്രയധികം ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുണ്ട് ആൾക്കാരെന്നുള്ളത്, തങ്ങളുടെ തന്നെ ആൾക്കാരെന്നുള്ളത് ഇദ്ദേഹം ചിന്തിക്കുന്നില്ല. ഇനി അത് ഇങ്ങനെ തുടർന്ന് പോകാൻ കഴിയില്ല. ഇനി ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് നേരെ ഉപദ്രവം ഉണ്ടാക്കാത്ത തരത്തിലുള്ള സംവിധാനം ഞാൻ ഏർപ്പാടാക്കണം എന്നല്ല അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹം അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് ഇതിനെതിരെ പ്രതിഷേധിച്ച ആൾക്കാരെയാണ് കുറ്റം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് പീഡനവും നേരിടാനായിട്ടുള്ള ഒരു ജന്മങ്ങളാണെന്ന് അദ്ദേഹവും കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ വാചകത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അങ്ങനെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതും. കാരണം ആരും ചോദിക്കാനും പറയാനും ഇല്ല, അവരോട് എന്തും ആവാം.
മറ്റുള്ളവരോട് പാടില്ല. ഇപ്പൊ ആ മുൻ ആയ തന്നെ പറയുന്നുണ്ട്, ഈ സ്ത്രീകൾ പലവട്ടം പുറത്തു പോയി തിരിച്ചു വന്ന ആളുകളാണ്. ഇതിപ്പോ മീഡിയ എല്ലാം പരസ്യപ്പെടുത്തിയോണ്ട്, കേസായതുകൊണ്ട്, എല്ലാവരും അറിഞ്ഞതുകൊണ്ട് ഇനി ഇവർക്ക് തിരിച്ചു വരാൻ കഴിയില്ലായിരിക്കും. പക്ഷേ വേറൊരു സംഭവം, ഇത് ആരും അറിയാത്ത വേറൊരു സംഭവം ഉണ്ടായാലും ആ ആളുകളെയും ഈ പാർട്ടി ബലത്തിലും ഇവരുടെ ഉള്ള അധികാര ബലത്തിലും ഒക്കെ നിലനിർത്തുന്നതാണ് പറയുന്നത്. ഉപദ്രവിക്കുന്നവർക്കാണ് അവിടെ സ്ഥാനം, ഉപദ്രവിക്കാത്തവർക്ക് അവിടെ സ്ഥാനമില്ല. അവർ അവിടെ ഒറ്റപ്പെട്ടു പോവുകയാണെന്ന് പറയുന്നു. കുഞ്ഞുങ്ങൾ താമസിക്കുന്ന സ്ഥലമാണെന്ന് ഓർക്കണം. അപ്പൊ മറ്റു കുഞ്ഞുങ്ങളൊക്കെ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടാവും, മുതിർന്ന കുഞ്ഞുങ്ങൾ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടാവും, അവർ ഏതൊക്കെ തരത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും വിഷമിക്കുന്നുണ്ടാവും. ചെവി കേൾക്കാത്ത ഒരു കുഞ്ഞിനോട് പറയുന്നത്, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാത്ത, കണ്ണ് കാണാൻ കഴിയാത്ത ഒരു കുഞ്ഞിനോടൊക്കെ പറയുന്നത്, പറഞ്ഞ് ചിരിക്കുകയാണത്ര പരസ്പരം, ആ വെറുതെ അല്ല ഇവൾക്ക് ഇങ്ങനെ വന്നത് എന്ന്. സ്വന്തം കുഞ്ഞിനാണ് ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിൽ ആ അമ്മ അത് പറയുമോ? ഇങ്ങനെ വന്നത് നന്നായി, വെറുതെ അല്ല ഇങ്ങനെ വന്നത്, ഇങ്ങനെ സംഭവിച്ചത്, കണ്ണ് കാണാത്തത് എന്ന് തൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തൊക്കെ ഏതെങ്കിലും ഒരു അമ്മ പറയുമോ? അപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളതുകൊണ്ട് എന്തും ചെയ്യാം, എന്തും പറയാം എന്നുള്ളൊരു സംവിധാനമാണ് ഈ ശിശുക്ഷേമ സമിതി പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ പേടിയാണ് സത്യം പറഞ്ഞാൽ. നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെയൊക്കെ അവസ്ഥ എന്തായിത്തീരും ഇതുപോലെയുള്ളൊക്കെ അവസ്ഥ. കാരണം മനുഷ്യന്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. ഒരു സുപ്രഭാതത്തിൽ അച്ഛനും അമ്മയും ഇല്ലാതായി കഴിഞ്ഞാൽ, ഒരു ആക്സിഡന്റ് നടന്നാൽ മതി, പിന്നെ മക്കളുടെ അവസ്ഥ എന്താണ്? ഇതുപോലുള്ള സ്ഥാപനങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വരുമോ? അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പൊന്നുപോലെ വളർത്തിയ മക്കളുടെ അവസ്ഥ ഇതാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഓരോ മാതാപിതാക്കളും വേദനിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് കേരളത്തിൽ. അതിനൊരു മാറ്റം വരുത്താനുള്ള സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ മാർച്ച് നടത്തുന്നവർക്കെതിരെ പ്രതിഷേധിക്കുകയും പരാതി പറയുന്നവർക്കെതിരെ ആക്ഷൻ എടുക്കുകയും തുറന്നു പറച്ചിലുകൾ നടത്തുന്ന ആൾക്കാരെ പുറത്താക്കുകയല്ല വേണ്ടത്. അതിന് ഇനി മേലാൽ ഇങ്ങനെ ഒരു സംഭവം ഈ കുഞ്ഞുങ്ങൾക്ക് നേരെ ഉണ്ടാവരുത്. ആരോരും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ മനസ്സുള്ള, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ മനസ്സുള്ള ആളുകൾ വേണം. ഇനിയെങ്കിലും ഇതിനുള്ളിലൊക്കെ എന്നുള്ള ചിന്താഗതിയാണ് അധികാരികൾക്ക് വേണ്ടത്. അതിനുള്ളൊരു മനസ്സ് അവർക്ക് ഉണ്ടാവട്ടെ. അത് മാത്രമാണ് പ്രാർത്ഥന.